ഓക്കെ, വെൽക്കം ടു സെറ. നമ്മളുടെ ഓൺലൈൻ യൂട്യൂബ് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഓപ്പാമ്പിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ടാണ്. ഓപ്പാമ്പിന്റെ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിഫറെന്റ് സർക്യൂട്ടുകളാണ്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ, സമ്മേഷൻ, ഓക്കെ, പിന്നെ ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്. പിന്നെ ഓപ്പാമ്പിന്റെ PYQ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവും. എക്സാക്ട്ലി നമ്മളിപ്പോ ഈ പഠിക്കുന്ന സർക്യൂട്ടുകളല്ല വരിക എക്സാമിന്. പക്ഷേ അതിന്റെ ഗുണം ഈ എക്സാമിന് വരുന്ന സാധനങ്ങളെല്ലാം ഇതിൽ നിന്നുള്ള പല പോർഷൻസ് ആയിരിക്കും. ബേസിക് കൺസെപ്റ്റ് രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും PYQ ചെയ്യുമ്പോൾ. തൽക്കാലം ഇവിടെ നോക്കൂ. ആദ്യം നമ്മൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എങ്ങനെയാണ് സർക്യൂട്ട് എങ്ങനെയാണ് വരിക? ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. പ്ലസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ചെയ്യുന്നു. നമ്മളുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ടെർമിനലിലെ റെസിസ്റ്ററിനെ ഞാൻ R1 എന്ന് വിളിക്കുന്നു, ഫീഡ്ബാക്ക് റെസിസ്റ്ററിനെ RF എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഗെയിൻ ഈക്വൽ ടു VO ബൈ Vin ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അഥവാ ഗെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. അപ്പൊ സർക്യൂട്ട് കൃത്യമായി മനസ്സിലാക്കുക. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് വരിക, നോൺ ഇൻവെർട്ടിംഗ് ഗ്രൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. ഇവിടുത്തെ വോൾട്ടേജ് എന്താണോ, ഇവിടുത്തെ വോൾട്ടേജ് എന്താ? ഗ്രൗണ്ടഡാ, 0 വോൾട്ടാ. അപ്പൊ ദ കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഗ്രൗണ്ട് പ്രകാരം ഇവിടുത്തെ വോൾട്ടേജും 0 ആവണം. എന്തുകൊണ്ടാ? ഇൻവെർട്ടിംഗിലെയും നോൺ ഇൻവെർട്ടിംഗിലെയും വോൾട്ടേജ് സെയിം ആണ് എന്നുള്ളതല്ലേ ദ കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഗ്രൗണ്ട്. യെസ്. ഇനി നോക്കിക്കോളൂ. സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറണ്ട് ഒഴുകുകയാണ്. ഓക്കെ, സപ്പോസ് ഒരു കറണ്ട് ഒഴുകുകയാണ്, I. ഈ കറണ്ട് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് രണ്ട് പാത്ത് ഉണ്ട് അല്ലെ, ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. അവിടെയാണ് നമ്മളുടെ ബേസിക് കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഓപ്പാമ്പിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി. ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉള്ള ഈ ഇൻപുട്ട് ഭാഗത്തേക്ക് കറണ്ട് ഒഴുകുമോ? ഇല്ല. സോ the whole current will flow through this resistor. ഓക്കെ, ഈ റെസിസ്റ്ററിലൂടെ ടോട്ടൽ കറണ്ടും ഒഴുകി ഇങ്ങോട്ടെത്തും. ഓക്കെ, സോ കറണ്ട് ത്രൂ R1 is equal to കറണ്ട് ത്രൂ RF അല്ലെ. ഈ ബ്രാഞ്ചിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന ആളെല്ലാം ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വേണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഓംസ് ലോ. ഓംസ് ലോയിൽ നമുക്കറിയാം I ഈക്വൽ ടു ഓംസ് ലോ എന്താ? I ഈക്വൽ ടു V ബൈ R, where V is the potential difference അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ എടുക്കുമ്പോ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്യുക. നോക്കൂ, ഞാൻ എപ്പോഴും വോൾട്ടേജ് എടുക്കുന്നത് ഇടത്ത് ഭാഗത്തെ ടെർമിനലിലെ പൊട്ടൻഷ്യൽ മൈനസ് വലത്തു ഭാഗത്തെ ടെർമിനലിലെ പൊട്ടൻഷ്യൽ, ഇടതു ഭാഗത്തെ ടെർമിനലിലെ പൊട്ടൻഷ്യൽ മൈനസ് വലതു ഭാഗത്തെ ടെർമിനലിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ എപ്പോഴും കീപ്പ് ചെയ്ത് പോവാ. കാണിച്ചു തരാം. നോക്കൂ, R1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാ? R1ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Vin ആണ് ലെഫ്റ്റ്, മൈനസ് റൈറ്റിലെ വോൾട്ടേജ് എത്രയാ?
0 divided by resistance R1. So ഇതാണ് എന്ത് R1 ലൂടെയുള്ള കറണ്ട്. V by R അല്ലേ കറണ്ട്? യെസ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? IRF ആണ്. RF ലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു R1 എടുക്കുമ്പോൾ ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റിലെ പൊട്ടൻഷ്യൽ. RF എടുക്കുമ്പോഴും അങ്ങനെ തന്നെ എടുക്കണം. എങ്ങനെ എടുക്കണം? ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ മൈനസ് റൈറ്റിലെ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് 0 മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാ? VO ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ RF, that is minus VO by RF. V in by R1 equal to VO minus VO by RF, or this implies endana VO by V in equal to minus RF by R1. കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗെയിനിന്റെ ഇക്വേഷൻ അല്ലേ? ഇതല്ലേ ഗെയിന്? VO by V in അല്ലേ ഗെയിന്? ഓക്കെ, യെസ്. ഇത്രയേ ഉള്ളൂ ഇൻവെർട്ടിംഗ് ടെർമിനൽ, ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നോക്കൂ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ഗെയിന് കണ്ടുപിടിച്ച ഇത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. ഇത് RF by R1 ആണ് ഗെയിന് എന്നുള്ളത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രൈമറി ഉദ്ദേശം. എന്താ? സർക്യൂട്ട് അനാലിസിസ് എങ്ങനെ ചെയ്തു എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ഇൻവെർട്ടിംഗ് കണ്ടിട്ട് ഇതിലത്തെ ഗെയിൻ എന്താന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് തന്ന സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഈ ബേസിക് ലോജിക്ക് എന്താ നമ്മൾ ഉപയോഗിച്ചത്? ഓംസ് ലോ മാത്രം. ഓംസ് ലോ ഉപയോഗിച്ച് V by R ആണ് കറണ്ട് എന്ന് എഴുതി. അതാണ് ഇപ്പൊ ഈ ചെയ്തത്. ഏറ്റവും സിമ്പിൾ ലോജിക് എന്നാണ് നമ്മൾ ഈ കണക്ക് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. അടുത്തതാണ് നോൺ ഇൻവെർട്ടിംഗ്. നോൺ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ആയാൽ ഇവിടെ പലർക്കും സർക്യൂട്ട് തന്നെ തെറ്റാറുണ്ട്. ശ്രദ്ധിക്കുക, നോൺ ഇൻവെർട്ടിംഗ് ആയാലും ഫീഡ്ബാക്ക് നെഗറ്റീവിൽ തന്നെയാണ്. ഫീഡ്ബാക്ക് നെഗറ്റീവിൽ തന്നെയാണ്. VO ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് RF, ഇത് R1. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇൻപുട്ട് എവിടെ കൊടുക്കണോ? ഇൻപുട്ട് എവിടെ കൊടുക്കണം? V in എവിടെ കൊടുക്കണം? പ്ലസ്സിൽ കൊടുക്കണം. ഓക്കെ, ഇനി ഈ ഭാഗം ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, then again ഇവിടെ V in ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാ? This is also V in. കാരണം വെർച്വൽ ഗ്രൗണ്ട്, കൺസെപ്റ്റ് ഓഫ് വെർച്വൽ ഗ്രൗണ്ട്. ഓക്കെ, then ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഗ്രൗണ്ടഡ് ആണ്. സോ 0, ഇവിടെ V in, ഇവിടെ V in, ഇവിടെ VO. സോ കറണ്ട് നമുക്ക് എഴുതാം I through R1 equal to I through RF, അല്ലെങ്കിൽ കറണ്ട് ഇൻ R1 എന്താ? V by R, that is 0 minus V in divided by R1 equal to V in minus VO അല്ലെ? ലെഫ്റ്റിൽ ആദ്യം എഴുതുന്നു, ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ ആദ്യം എഴുതുന്നു. ദാ ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ 0, റൈറ്റിലെ പൊട്ടൻഷ്യൽ V0 minus V in by R1. RFന്റെ കേസിൽ ലെഫ്റ്റിൽ V in, റൈറ്റിൽ VO. സോ എന്തെഴുതണം? V in minus VO divided by RF. സോൾവ് ചെയ്തോളൂ. V in VO by V in കണ്ടുപിടിക്കുക, ചെയ്തോളൂ. എന്ത് വരും? മൈനസ് V in by R1 equal to V in by RF minus VO by RF. അല്ലെ, ഞാൻ രണ്ട് ഫ്രാക്ഷൻ ആക്കി എഴുതി. എന്തിനാ? ഈ V in ഇങ്ങോട്ട് കൊണ്ടുവരിക, VO by RF ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ VO by RF is equal to V in by RF plus V in by R1. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. That is V in കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 by RF plus 1 by R1. Now ഈ RF-നെ റൈറ്റിലോട്ടും V in-നെ ലെഫ്റ്റിലോട്ടും എടുക്കുക. VO by V in equal to RF into
1 by RF plus 1 by R1 which is equal to എന്ത് വരും 1 plus RF by R1. ഇതാണ് നമ്മുടെ ഗെയിനിന്റെ ഇക്വേഷൻ. A എന്ന് പറഞ്ഞാൽ VO by Vin that is equal to 1 plus RF by R1. ഗെയിനിന്റെ ഇക്വേഷൻ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കാണൂ. അയ്യോ, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, അങ്ങനെയാണോ വിചാരിക്കുക? അല്ല, നോക്കൂ, VO by Vin ആണിത്. അപ്പൊ ഈ Vin അങ്ങോട്ട് കൊണ്ടുപോയാൽ 1 plus RF by R1 into Vin, അതല്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ്? യെസ്, കഴിഞ്ഞു. നീ 1 plus ഇങ്ങനെ എഴുതിയിട്ട് RFന്റെ കൂടെ ഒന്നൊക്കെ കൂട്ടി എഴുതും, അറിയാം. സോ ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, നോൺ ഇൻവെർട്ടിംഗ്. സോ ഇവിടെ നമ്മൾ എന്ത് മാത്രമാണ് ഉപയോഗിച്ചത്? ഓംസ് ലോ. ശരിക്കും KVL ആണ് ഉപയോഗിക്കുന്നത്, കിർച്ചോഫ് ലൂപ്പ് റൂൾ, വോൾട്ടേജ് റൂൾ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓംസ് ലോ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കഴിഞ്ഞു. ഇനി നമ്മള് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 3 ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, V1, V2, V3. ഔട്ട്പുട്ട് എന്ത് കിട്ടണം? V1 plus V2 plus V3. നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇൻവെർട്ടിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച ഇത് ഇൻവെർട്ടിങ്ങിന്റെ കോൺഫിഗറേഷൻ അല്ലെ. ഇതില് suppose this is V1, this is R1, this is V2, this is R2, this is V3, this is R3. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി കറണ്ടുകളോ? ഇതിലൂടെ ഒരു കറണ്ട് ഒഴുകി വരുന്നുണ്ട്. എന്താ അതിന്റെ പേര്? I1. ഇതിലൂടെ ഒഴുകി വരുന്നത് I2, ഇതിലൂടെ ഒഴുകി വരുന്നത് I3. 3 പേരും കൂടി ഒന്നിച്ച് I ആയി മാറി ഒഴുകി ഇങ്ങോട്ട് പോവില്ല. ഇൻഫിനിറ്റ് ഇംപെഡൻസ് മുഴുവനായും ഇതിലൂടെ പോകും. I ഓംസ് ലോ അപ്ലൈ ചെയ്യുക. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? I എന്ന് പറഞ്ഞാൽ I1 plus I2 plus I3. ഓക്കെ, I എന്ന് പറഞ്ഞാൽ I1 plus I2 plus I3. I എന്ന് പറഞ്ഞാൽ RFിലൂടെ ഒഴുകുന്ന വോൾട്ടേജ്, ലെഫ്റ്റിലെ വോൾട്ടേജസ് കറണ്ട് ആണ്. ഓക്കെ, ലെഫ്റ്റിലെ വോൾട്ടേജ് 0 മൈനസ് റൈറ്റിലെ വോൾട്ടേജ് VO ഡിവൈഡഡ് ബൈ RF ഈക്വൽ ടു I1 എന്ന് പറഞ്ഞാൽ R1ലൂടെ ഒഴുകുന്ന കറണ്ട്. R1ന്റെ ലെഫ്റ്റിലെ പൊട്ടൻഷ്യൽ V1 മൈനസ് റൈറ്റിലെ പൊട്ടൻഷ്യൽ. ഇത് എന്താണോ? ഇത് 0 അല്ലേ? ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ വേറെ കമ്പോണൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം 0 ആണ്. ഓക്കെ, സോ 0 ഡിവൈഡഡ് ബൈ R1 പ്ലസ് എന്ത് വരും? I2 എന്ന് പറഞ്ഞാൽ എന്താ? V2 മൈനസ് 0 ബൈ R2 പ്ലസ് V3 ബൈ R3. അല്ലെ, ഈ -0 ഒന്നും ഞാൻ എഴുതുന്നില്ല. -0 ഒന്നും എഴുതേണ്ട കാര്യമില്ല. സോ ഒന്നുകൂടി വൃത്തിക്ക് എഴുതാം. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, I എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് VO, ദാറ്റ് ഈസ് മൈനസ് VO ബൈ RF ഈക്വൽ ടു I1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി V1 ബൈ R1 പ്ലസ് V2 ബൈ R2 പ്ലസ്
V3 by R3. Suppose R1 equal to R2 equal to R3. If R1 equal to R2 equal to R3 equal to RF equal to R. എല്ലാ റെസിസ്റ്ററും സെയിമാ എന്നെടുക്കുക നമ്മൾ. സപ്പോസ് അങ്ങനെ വെക്കാമല്ലോ, നമ്മളാണല്ലോ ഇപ്പൊ ഇതില് ഏത് റെസിസ്റ്റർ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ എല്ലാം ആറാക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും? -VO by R. RFനെയും ഞാൻ R എന്നാട്ടോ വിളിക്കുന്നത്. എല്ലാം സെയിം ആക്കി ഞാൻ ഈക്വൽ ടു V1 by R plus V2 by R plus V3 by R. നോക്കണോ, R കോമൺ അല്ലേ? R കോമൺ അല്ലേ? വെട്ടിക്കളഞ്ഞൂടെ. ബാക്കി എന്ത് വരും? VO ഈക്വൽ ടു ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് V1 പ്ലസ് V2 പ്ലസ് V3. ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഔട്ട്പുട്ട് ഈസ് ദ സം ഓഫ് ഇൻപുട്സ്. ഒരു മൈനസ് സൈൻ ഉണ്ട്, അത് ഇൻവെർട്ടിങ്ങിൽ കൊടുത്തത് കൊണ്ടാണോ? അത് കുഴപ്പമില്ല, അത് നമുക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഇൻപുട്ടുകളുടെ സമ്മാണ് എന്ന് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സമ്മിങ് ആംപ്ലിഫയർ. ക്ലിയർ? യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റർ ആണ്. അതിനു മുന്നേ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോ ചെയ്ത 3 കാര്യങ്ങൾ, ഇൻവെർട്ടിംഗ്, നോൺ ഇൻവെർട്ടിംഗ് ആൻഡ് സമ്മിങ് ആംപ്ലിഫയർ, ഒന്നുകൂടി നിങ്ങൾ നോക്കൂ, എന്നിട്ട് ഇത് ചെയ്യാൻ വരാവൂ. ഓക്കെ, ആദ്യം ഡിഫറൻഷിയേറ്റർ നോക്കാം. ഡിഫറൻഷിയേറ്ററിന്റെ സർക്യൂട്ട് ശ്രദ്ധിക്കൂ. ഡിഫറൻഷിയേറ്റർ ആയാലും ഇന്റഗ്രേറ്റർ ആയാലും എന്താണ്? മൈനസ് ഇൻവെർട്ടിംഗ് ടെർമിനലിലാണ് പരിപാടികളെല്ലാം. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്, അത് എപ്പോഴും മനസ്സിലാക്കാം. ഓക്കെ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനല് ഗ്രൗണ്ടഡ് ആണ്. ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. ഓക്കെ, യെസ്. സോ ഇത് ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വോൾട്ടേജ് 0, അപ്പൊ ഇതും 0. ഇവിടെ VI, ഇവിടെ Vout. ഓക്കെ, നമുക്ക് കണക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ഇതിലൂടെ കറണ്ട് ഒഴുകി വരുന്നു, ഇങ്ങോട്ട് പോവില്ല, മുഴുവനായി ഇതിലൂടെ പോവും. സോ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ. കപ്പാസിറ്ററിലൂടെയും റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ടുകൾ സെയിം ആണ്. ഓക്കെ, എഴുതാം. കറണ്ട് ത്രൂ കപ്പാസിറ്റർ ഈക്വൽ ടു കറണ്ട് ത്രൂ റെസിസ്റ്റർ. ഓക്കെ, IC ഈക്വൽ ടു IR. ഇനി കപ്പാസിറ്ററിലൂടെ ഉള്ള കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? അതാണ് പ്രശ്നം. അത് പലർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ബേസിൽ നിന്ന് ഉണ്ടാക്കാം. നമുക്കറിയാം ബേസിക് ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു CV. കപ്പാസിറ്റൻസിന്റെ അല്ലെങ്കിൽ ചാർജും വോൾട്ടേജും പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ വരുന്ന കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Q ഈക്വൽ ടു CV. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഓക്കെ, നോക്കൂ. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് എന്ന് പറഞ്ഞാൽ I is equal to റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് ടൈം ആണ്. dq by dt ആണ്. dq by dt ഈ ഇക്വേഷനിൽ കൊടുത്താൽ C is a constant, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. V will change with time. So കറണ്ടിന്റെ ഇക്വേഷൻ C dV by dt കിട്ടിയേ. കപ്പാസിറ്ററിലെ കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടിയേ. ഓക്കെ, നോക്കിക്കോളൂ. ഇനി IC എന്ത് വരും? നോക്കൂ. C into d by dt of V. എന്താ? ഈ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ലെഫ്റ്റിലെ VI മൈനസ് റൈറ്റിൽ 0. ദാറ്റ് ഈസ് C dVi by dt.
ഐസിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി എന്താ? ഐആറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഐആറിന്റെ ഇക്വേഷൻ എന്താണോ? റെസിസ്റ്ററിലൂടെ ഒഴുകുന്നത് 0 മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ എഫ്. 0 മൈനസ് വി ഒ ബൈ ആർ എഫ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ സി ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞാൽ സി ഡി വി ഐ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് വി ഒ ബൈ ആർ എഫ്. അല്ലെങ്കിൽ വി ഒ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വി ഒ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? മൈനസ് സി ആർ എഫ് ഡി വി ഐ ബൈ ഡി ടി. ഇതാണ് എന്ത്? നമ്മുടെ ഇക്വേഷൻ. ഇതൊന്നിപ്പോ എങ്ങനെ ഇപ്പൊ ഡിഫറൻഷിയേറ്റർ എന്ന് പറയാ? നോക്കടോ, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷിയേഷൻ ആണ് ഔട്ട്പുട്ട് അല്ലെ? ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷിയേഷൻ ആണ് ഔട്ട്പുട്ട്. അതല്ലേ ഡിഫറൻഷിയേറ്റർ? കഴിഞ്ഞു. ഇനി നോക്കിക്കോളൂ, ഇന്റഗ്രേറ്റർ നോക്കാം. ഇന്റഗ്രേറ്ററിൽ എന്താ വ്യത്യാസം? ഡിഫറൻഷിയേറ്ററും ഇന്റഗ്രേറ്ററും തമ്മിലുള്ള വ്യത്യാസം നോക്കണോ. ഡിഫറൻഷിയേറ്ററിൽ ഇൻപുട്ട് സൈഡിലാണ് കപ്പാസിറ്റർ, ഇന്റഗ്രേറ്ററിൽ ഫീഡ്ബാക്ക് ആണ് കപ്പാസിറ്റർ. അപ്പൊ ഇവിടുത്തെ നമുക്ക് നോക്കാം. അഗൈൻ ഐ ആർ ഈക്വൽ ടു ഐ സി ആണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും സെയിം ആണ്. ഐ ആർ എന്ന് പറഞ്ഞാൽ വി ഇൻ മൈനസ് 0/R1 ആണ് അല്ലെ? നോക്കൂ, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0, ഇവിടെ വി ഐ, ഇവിടെ വി ഔട്ട്. സോ വി ഇൻ മൈനസ് 0/R1 ആണ് ഐ ആർ. ഐ സി എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ നേരത്തെ കണ്ടു, സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. എന്ത് വി? ഡി ബൈ ഡി ടി ഓഫ് പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റർ. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ വി ഔട്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് വരും? 0 മൈനസ് വി ഔട്ട്. ദാറ്റ് ഈസ്, നമുക്ക് എന്ത് കിട്ടും? ഐ സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് വി ഔട്ട്. മൈനസ് ചെയ്യാൻ പുറത്തിട്ടു. ഓക്കെ, സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് വി ഔട്ട്. ഓക്കെ, ദെൻ നമുക്ക് പറയാം, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഐ ആർ ഈക്വൽ ടു ഐ സി. ഐ ആർ എന്ന് പറഞ്ഞാൽ വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു മൈനസ് സി ഡി ബൈ ഡി ടി ഓഫ് വി ഔട്ട്, ഓർ d by dt of v out equal to minus 1 by RC v in. നീ എന്താ ചെയ്യാ? എടോ, നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻഷിയേഷൻ അല്ല. അത് കളയാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി ടി രണ്ട് സൈഡിലും. അപ്പൊ ഡി ബൈ ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഔട്ട് മാത്രമാവും. മൈനസ് 1 by RC ഇൻറ്റു ഇന്റഗ്രൽ വി ഇൻ ഡി ടി, which is the output voltage, and output voltage is the integration of the input voltage, and hence it is an integrator. Okay, yes. So ഇത്രയേ ഉള്ളൂ ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിച്ച ബേസിക് ആയിട്ടുള്ള എക്സ്ട്രാ വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു സി വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. I എന്ന് പറഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആണ്, അഥവാ സി ഡി വി ബൈ ഡി ടി ആണ് എന്നുള്ള ചെറിയൊരു കൺസെപ്റ്റ് മാത്രമാണ് നമ്മളിവിടെ എക്സ്ട്രാ ഉപയോഗിച്ചത്. ഓക്കെ, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിന് പ്രോബ്ലംസ് വരുന്ന ചെറിയൊരു ഐഡിയ ഞാൻ പറയാം. സപ്പോസ് ഈ സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്താണ് ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ ചെയ്താൽ നമുക്ക് കിട്ടുക? നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇൻപുട്ട് സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ, സൈൻ ഒമേഗ ടി ആണെങ്കിൽ
ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ഡിഫറൻഷിയേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? cos omega t ആയിരിക്കും അല്ലെ? ഷുവർ ആണ്. സൈനിന്റെ ഡിഫറൻഷിയേഷൻ കോസ് ആണ്. സൈനും കോസും വന്നാൽ നിങ്ങൾ ചെയ്യും ഔട്ട്പുട്ട്. പക്ഷെ ചോദ്യം അതല്ല, സ്ക്വയർ വേവോ ട്രയാങ്കുലർ വേവോ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു സ്ക്വയർ വേവ് എടുക്കാം. സ്ക്വയർ വേവ് എടുക്കാം. ഓക്കെ, ഡിഫറൻഷിയേഷനെ പറ്റി ചിന്തിക്കാം. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് അല്ലെ? ഇപ്പൊ നമ്മൾ എടുത്തത് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. നോക്കൂ, ഈ സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ നമുക്ക് വരയ്ക്കാം. ഇത് വിഒ, ഇത് വിഇൻ അല്ലെ? നോക്കൂ, ഈ സമയത്ത് 0 സമയത്ത് ഇത് വെർട്ടിക്കൽ ആണ് അല്ലെ? ഒരു വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് എന്താ? ഗ്രാഫ് ആദ്യം മുതൽ പഠിപ്പിക്കേണ്ടി വരുമോ? നോക്കൂ, ഹൊറിസോണ്ടൽ ലൈനിന്റെ സ്ലോപ്പ് 0 ആണ്, വെർട്ടിക്കൽ ലൈനിന്റെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. എന്തുകൊണ്ടാ? നോക്കടോ, നിങ്ങൾ ഇവിടെ ഒരു പന്ത് വെച്ചു, പന്ത് അനങ്ങോ? ഇല്ല. ഇവിടെയാണ് പന്ത് വെച്ചതെങ്കിൽ പന്ത് ഉരുളും, കാരണം ഇറ്റ് ഹാസ് എ സ്ലോപ്പ്. ഇവിടെയാണ് പന്ത് വെച്ചതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വീഴുന്നത് അവിടെയായിരിക്കും, ബിക്കോസ് ഇറ്റ്സ് സ്ലോപ്പ് ഈസ് ഇൻഫിനിറ്റി. സോ എക്സ് ആക്സിന്റെ സ്ലോപ്പ്, ഹൊറിസോണ്ടലിന്റെ സ്ലോപ്പ് 0യും വെർട്ടിക്കലിന്റെ സ്ലോപ്പ് ഇൻഫിനിറ്റിയുമാണ്. അത് മറന്നു പോകരുത്. ഈ 0 സമയത്ത് ഇവിടുത്തെ ഇൻഫിനിറ്റി ആണ്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻഫിനിറ്റി ആയിരിക്കും. എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല, പോട്ടെ. പിന്നെ ഇത്രയും സമയം എന്താണ്? ഹൊറിസോണ്ടൽ ലൈനാ. അപ്പൊ ഉത്തരത്തിൽ എന്ത് വരുമോ? 0 വരും. ഇത്രയും സമയം 0 ആണ്. ഓക്കെ, 0. അത് കഴിഞ്ഞ് സ്ലോപ്പ് വീണ്ടും അല്ലെ? അത് കഴിഞ്ഞ് എന്ത് വരുന്നു? സ്ലോപ്പ് വരുന്നു. സ്ലോപ്പ് എത്രയാ? ഇൻഫിനിറ്റി അല്ലെ? സോ ഇൻഫിനിറ്റി സ്ലോപ്പ് വരും. ഈ ഒരു ഒറ്റ പോയിന്റിൽ ഒരു ഇൻഫിനിറ്റി വരും. ഓക്കെ, ഒറ്റ പോയിന്റിൽ. ഓക്കെ, വീണ്ടും ഹൊറിസോണ്ടൽ ലൈൻ ആണ്, 0 ആണ്, ഇൻഫിനിറ്റി വരും. 0 ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരും എന്ന് വെച്ചാൽ ആദ്യം ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി. ഞാൻ ഈ വരച്ചത് എക്സാക്ട് ഇൻഫിനിറ്റി അല്ല, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൾസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഉത്തരം ഇതിന് പ്രതീക്ഷിക്കാം ഓപ്ഷൻസിൽ. ഒന്നെങ്ങനെയാണ്? ഒന്ന് പക്ക സ്ട്രെയിറ്റ് ലൈനുകൾ, അതായത് ഈ കുത്തനെ വരുന്ന സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ, ബാക്കി സമയത്തെല്ലാം 0 ആണ്. ഡിഫറൻഷിയേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഓ നിങ്ങൾക്ക് ഇതിനെ തന്നെ ഒരല്പം കൂടി വൈഡ് ആക്കിക്കൊണ്ടുള്ള ഗ്രാഫ്, ഇങ്ങനെ നമ്മളുടെ ഈ ECGയുടെ ഒക്കെ ഗ്രാഫ് കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഗ്രാഫായിട്ടും ഇതിനെ പ്രതീക്ഷിക്കാം. സോ സ്ക്വയർ വേവിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു പൾസ് ആണ്. ഓക്കെ, നൗ നമുക്ക് എന്ത് നോക്കാം? ട്രയാങ്കുലർ വേവ് നോക്കാം. ഓക്കെ, ട്രയാങ്കുലർ വേവിനെ പറ്റി നോക്കുമ്പോൾ ട്രയാങ്കുലർ വേവ് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു m എന്ന് പറഞ്ഞ സ്ലോപ്പാണ്. തിരിച്ചിറങ്ങുമ്പോൾ അത് -m സ്ലോപ്പാണ്. വീണ്ടും കയറുമ്പോൾ +m സ്ലോപ്പാണ്. തിരിച്ചിറങ്ങുമ്പോൾ -m സ്ലോപ്പാണ്. +m -m. സോ ഇതിന്റെ സ്ലോപ്പുകളുടെ വാല്യൂ ഈസ് എയ്തർ +m ഓർ -m. സോ ഇതിന്റെ ഡിഫറൻഷിയേഷൻ എന്ത് വരും? ഇറ്റ്സ് എയ്തർ +m
or minus m, or plus m, or minus m, or plus m, or minus m. So slope എന്ത് വരും? സ്ക്വയർ വേവ് വരും. സോ ബേസിക് ഐഡിയ ആണ്, ട്രയാങ്കുലർ വേവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സ്ക്വയർ വേവ് കിട്ടും, സ്ക്വയർ വേവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പൾസുകൾ കിട്ടും. ഓക്കെ, ഈ ഒരു ഐഡിയ ഉണ്ടാവണം. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ കൃത്യമായും ഈ ഐഡിയ ഇല്ലാതെ നടക്കില്ല. പക്ഷേ നമുക്ക് ഓപ്പാമ്പിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അധികവും ഗ്രാഫിക്കൽ ആവുന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് TIFR നെറ്റ് ലെവലിലേക്ക് പോകുമ്പോഴാണ്. വരില്ല എന്നല്ല, സിമ്പിൾ എക്സാംസിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല എന്നല്ല, കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ആ ലെവലിലാണ്. പക്ഷെ ഷുവറായി ഓപ്പാമ്പിൽ നിന്ന് വരുന്നത് സർക്യൂട്ട് അനാലിസിസിന്റെ ചോദ്യങ്ങളാണ്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഡെപ്തിൽ തന്നെ അടുത്ത സെഷനിൽ ചെയ്യാം. ഓക്കെ, യെസ്.